മോഷ്ടിച്ച കാര്യം പുറത്തെങ്ങാനും അറിഞ്ഞ അബിയും വസുവും കൂടി എന്നെ പഞ്ഞിക്കിട്ടൂടാ. അങ്ങനെ ഒന്നും നടക്കാതെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ആ വസുവാണ് നെക്ലേസ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാം. അവളുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുത്ത ആഭരണങ്ങൾ തന്നെ അവൾ തിരികെ കൊടുത്തു. അങ്ങനെയുള്ളപ്പോ ആ നെക്ലസും വസു മോഷ്ടിച്ചെന്ന് പറഞ്ഞ ആര് വിശ്വസിക്കാനാടി? എന്തുകൊണ്ട് വിശ്വസിക്കില്ല? പിള്ളേരുടെ എല്ലാം കൂടി കൂട്ടി 1 ലക്ഷം 2 ലക്ഷം പോലും ആവില്ല. പക്ഷെ ആ നെക്ലസ് 50 ലക്ഷം ഇളയമ്മേ. പിള്ളേരുടെ ആഭരണങ്ങൾ കൊടുത്തിട്ട് അവർ നെക്ലസ് മോഷ്ടിച്ചെന്ന് വിശ്വസിപ്പിക്കാം. അല്ലെങ്കിൽ തന്നെ ഭിക്ഷയെടുക്കുന്ന കുടുംബ പണം അവർക്ക് ആവശ്യമുണ്ട്. അവരാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞ ഈസി ആയിട്ട് വിശ്വസിക്കും. പാവാടി വസു, ഒരാവശ്യമില്ലാതെ എന്തിനാ അവക്ക് എങ്ങനെ പണി കൊടുക്കുന്നേ? അതൊന്നും വേണ്ട, പോയെ. ഇളയമ്മയ്ക്ക് രണ്ടാമത് കല്യാണം വേണോ വേണ്ടയോ? അത് വേണമെന്നുണ്ട്. എന്നാ അത് വേണമെങ്കിൽ നെക്ലേസ് മോഷ്ടിക്ക്. ഒരാഴ്ചക്കകം നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്താം. സത്യാണോ നീ പറയുന്നേ? ഇളയമ്മയ്ക്ക് കല്യാണം വേണമെങ്കിൽ വേറെ വഴിയില്ല. ശരി, എന്റെ ഒരുപാട് നാളത്തെ സ്വപ്നത്തിന് വേണ്ടി അവസാനായിട്ട് ഈ ഒരു തെറ്റോട് ചെയ്യാം. ഇന്ന് രാത്രി എന്നാ നെക്ലസ് അടിച്ചു മാറ്റണം. പക്ഷെ എങ്ങനെ അടിച്ചു മാറ്റുന്ന? മുത്തശ്ശന് ചുമയ്ക്കാനും മീനിന് നീന്താനും ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണോ? വാ പോവാം. ഈ പഴഞ്ചൽ ഇപ്പോഴെന്തിനാ പറഞ്ഞേ? ഞാനൊരു വലിയ കള്ളിയാണെന്നും മോഷണാണ് എന്റെ തൊഴിലെന്നും, അതോ എന്റെ കാരണവന്മാര് മോഷ്ടാക്കന്മാരാണെന്നാണോ? അബി, വസു, നിങ്ങൾക്ക് വേണ്ടി പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഇതായി ഇടേണ്ടത്. കുട്ടികൾക്കും പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് വസു. വേണ്ട ചേച്ചി, ഞങ്ങൾ തുണികളൊക്കെ എടുത്തിട്ട് വന്നായിരുന്നു. എന്താ വസു, ഞങ്ങൾ തരുന്ന ഡ്രസ്സ് നിങ്ങൾക്കിടാൻ വയ്യേ? അങ്ങനെയൊന്നും അല്ല അമ്മേ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനോട് ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ല. ഇതിലെന്ത് ബുദ്ധിമുട്ടാ അബി? ഇത്രയും നാളും എത്ര തവണ അബി വീട്ടിലുള്ളവർക്കൊക്കെ പുതിയ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എല്ലാ വിശേഷ ദിവസങ്ങളിലും ഞങ്ങൾക്ക് എല്ലാവർക്കും പുതിയ ഡ്രസ്സ് വാങ്ങി തന്നിട്ടില്ലേ? ഇപ്പൊ ഞങ്ങൾ വാങ്ങി തന്നാ സ്വീകരിക്കില്ലേ? അപ്പോഴത്തെ പോലെയല്ല ഇപ്പൊ ഞങ്ങള് വേറെയാ. ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് ജീവിക്കാൻ നോക്കുക ഞങ്ങള്. നിങ്ങളുടെ സ്വാഭിമാനം എനിക്കറിയാത്തതല്ല വസു. പക്ഷേ നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടേ മതിയാവൂ. ദയവ് ചെയ്ത് ഞങ്ങളെ നിർബന്ധിക്കരുതമ്മേ. വസുന്ധര ഒരുപാട് വിഷമിക്കും. ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് പിന്നീട് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഇത് ഞങ്ങൾ വാങ്ങിയ ഡ്രസ്സൊന്നും അല്ല. എന്റെ ഷഷ്ടിപൂർത്തിക്ക് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങി വെച്ചിരുന്നതാ. അന്ന് നിങ്ങൾക്കിത് തരണമെന്ന് വിചാരിച്ചിരുന്നതാ. അന്ന് എന്തുകൊണ്ടോ ഇത് തരാൻ കഴിയാതെ പോയി. അന്ന് തരാൻ പറ്റാത്തതുകൊണ്ടാ ഇപ്പോ തരുന്നേ. ഈ ഡ്രസ്സ് നിങ്ങൾ ഇടണമെന്നുള്ളത് നിങ്ങളുടെ അച്ഛന്റെയും കൂടി ആഗ്രഹമാ. ഇനിയല്ല നിങ്ങളുടെ ഇഷ്ടം. വസുന്ധര, ആ ഡ്രസ്സ് വാങ്ങിച്ചോളൂ. ഒരുപാട് നന്ദി അബി. ഈ വിവാഹ നിശ്ചയം കൂടി നിങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കണം. എല്ലാം നിങ്ങൾ തന്നെ മുന്നിൽ നിന്ന് നടത്തണം. അതെ അബി, ഭാസ്കർക്ക് ഒന്നും അറിയില്ല. അഖിലിന് എടുത്തുചാട്ടം കൂടുതലാ. നന്നായിട്ട് ആലോചിക്കില്ല. അതുകൊണ്ട് നിങ്ങളെ ഈ വീട്ടിലെ മുതിർന്നവര്. ഞങ്ങൾ എങ്ങനെയാ മുതിർന്നവരാകുന്നത് അമ്മയുള്ളപ്പോ? ഞാൻ ഈ വീട്ടിലെ മുതിർന്ന ആളെന്നല്ലാതെ ഒന്നിനും മുൻപിൽ നിൽക്കില്ല. നിങ്ങളുടെ അച്ഛൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അത് വേറെ കാര്യം. അദ്ദേഹത്തിന് എത്ര തവണ ഫോൺ ചെയ്താലും ഫോൺ എടുക്കുന്നതേയില്ല. എന്നോട് അത്രയും ദേഷ്യത്തിലിരിക്കുക.
എന്റെ പേരക്കുട്ടിയുടെ വിവാഹ നിശ്ചയത്തിന് അദ്ദേഹം ഇല്ലാതിരിക്കുന്നത് വലിയൊരു കുറവാ. വിഷമിക്കാതിരിക്കമ്മേ. അരമണിക്കൂറിനുള്ളിൽ അച്ഛനിവിടെ എത്തും. സത്യമാണോ അബി? അച്ഛൻ ശരിക്കും വരുന്നുണ്ടോ അബി? രാത്രി ഞാൻ വിളിച്ചിരുന്നു. ഉറപ്പായിട്ട് ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. കണ്ടില്ലേ ഭാവനെ, ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇതാ. ഭാസ്കറിനെ അഖിലിനെയും കണ്ടില്ലേ? എന്തു ഗുണം, അച്ഛനെ പറ്റി ഓർത്തതേ ഇല്ല. ഈ വീട്ടിലെ ശരിക്കുള്ള മകനെന്ന് പറഞ്ഞ അബി തന്നെയാ. ഒരുപാട് താങ്ക്സ് അബി. അച്ഛൻ വന്നാൽ ആ സന്തോഷം ഒന്ന് വേറെ തന്നെയാ. ഇത് ഈ വീട്ടിൽ നടക്കുന്ന ആദ്യത്തെ മംഗളകാരിയല്ലേ? കാവ്യ നമ്മുടെ ഈ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ്. മഹാലക്ഷ്മി ജനിച്ചിരിക്കുന്നെന്നും പറഞ്ഞ് അച്ഛനന്ന് ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെയുള്ള നമ്മുടെ കാവ്യയുടെ വിവാഹ നിശ്ചയത്തിന് അച്ഛൻ എങ്ങനെ വരാതിരിക്കുമേ? പിടിവാശി കൂടിയിട്ട് അദ്ദേഹം ബന്ധങ്ങളെ മുറിച്ചു മാറ്റിയെന്ന് കരുതിയത് നമ്മളെ ഇപ്പോഴും അദ്ദേഹം ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെ പറഞ്ഞാലും അച്ഛന് പേരക്കുട്ടികളോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല അമ്മേ. മുതലിനേക്കാൾ പലിശയാണ് മധുരം എന്ന് പറയുന്നത് പോലെ അച്ഛന് ഭാര്യയും മരുമക്കളെയും കാട്ടിലും പേരക്കുട്ടികളെയാ ഒരുപാട് ഇഷ്ടം. പിന്നെ എന്നോട് എന്തിനാ അദ്ദേഹത്തിന് ഇത്രയും ദേഷ്യം? ഒന്ന് ഫോൺ ചെയ്താൽ പോലും എടുക്കില്ല. അതെന്താ കാര്യം അച്ഛൻ വന്ന ഉടനെ തന്നെ അമ്മ ചോദിക്കും. ഉറപ്പായിട്ടും ചോദിക്കും. എനിക്കെന്താ പേടിയാണോ? കഴുകി ഇറക്കുന്നുണ്ട്. ശരിയാ അമ്മേ. അച്ഛൻ വന്ന ഉടനെ എണ്ണ തേച്ച് കുളിക്കാൻ പറഞ്ഞിട്ട് മൊത്തം കഴുകി ഇറക്കിയേക്ക്. വസു, ആന്റി, ആന്റി, എരുമയെ പോലെ കൂർക്കം വലിച്ച് ഉറങ്ങുന്ന കണ്ടില്ലേ? എങ്ങനെയാ എണീപ്പിക്കുക? മഴ മഴ, അയ്യോ അയ്യോ മഴ മഴ. മഴയല്ല കൊടുങ്കാറ്റുമല്ല, ഞാൻ വെള്ളം ഒഴിച്ചതാ. വെള്ളം ഒഴിച്ചതോ? എന്തിനടി? എരുമയെ പോലെ കിടന്നുറങ്ങുകയായിരുന്നു. എത്ര വിളിച്ചിട്ടും എണീക്കുന്നില്ലായിരുന്നു. അതാ ചത്തോ ജീവനുണ്ടോന്ന് വെള്ളം ഒഴിച്ച് നോക്കിയത്. നേരം വെളുക്കുന്നതിന് മുന്നേ എന്തിനാടി വന്നേ? നേരം വെളുത്തിട്ട് ഒരുപാട് നേരമായി. അതിരിക്കട്ടെ, പറഞ്ഞ കാര്യം ചെയ്തോ? ആ നെക്ലസ് അടിച്ചെടുത്തോ ഇല്ലയോ? രാത്രി മുഴുവൻ ആ നെക്ലസിന് വേണ്ടി ഞാൻ ഉറക്കം കളഞ്ഞതടി. ആ കാവ്യ കുറെ നേരമായിട്ട് ഉറങ്ങിയതുമില്ല. ആ നെക്ലേസും തുണികളും നോക്കി നോക്കി ഇരിക്കുകയായിരുന്നു. അവൾ ഉറങ്ങുന്നവരെ ഞാൻ നോക്കിയിരുന്നു. ആ നെക്ലേസ് അവിടുന്ന് എടുക്കുന്നതിന് മുന്നേ നേരം വെളുത്തടി. ഞാൻ ഇപ്പൊ ഒന്ന് ഉറങ്ങിയതേ ഉള്ളൂ. ആ നെക്ലസ് എവിടെയാ വച്ചിരിക്കുന്നേ? ഇതാ, ഇതെന്റെ താലിയാണെന്ന് വിചാരിച്ച് തലയണക്കടിയിൽ വെച്ചോണ്ട് സ്വപ്നം കണ്ടോണ്ട് ഉറങ്ങായിരുന്നു. ഇത് കൊണ്ടുപോയി ആ വസുവിന്റെ റൂമിൽ വെക്ക. ആ, ഇത്രയും കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റിയത് അവളുടെ റൂമിൽ വെക്കാനാ? പിന്നെന്താ, നിങ്ങളുടെ കഴുത്തിലിട്ടോണ്ട് നടക്കാന്ന് വിചാരിച്ചോ? ഈ നെക്ലസ് എനിക്കെന്നല്ലേ പറഞ്ഞേ? ഇത് നിങ്ങളുടെ കയ്യിലിരുന്ന ആ വസുവാണ് മോഷ്ടിച്ചെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആ വസുവിന്റെ മുറിയിൽ കൊണ്ട് വച്ചാലേ അവളാ കള്ളിയെന്ന് പറയാൻ സാധിക്കൂ. ഇതിൽ എനിക്ക് എന്താടി ലാഭം? ആ, നിങ്ങൾക്കൊരു 10 ലക്ഷം തരാം. 50 ലക്ഷം രൂപയുള്ള നെക്ലസിന് 10 ലക്ഷം രൂപയോ? ഫുട്പാത്തുകാരനോട് പറയുന്നത് പോലെ എന്നോട് വില പേശരുത്. ആ, പിന്നെന്താ കോടികൾ തരണോ? നെക്ലസിന് 50 ലക്ഷം രൂപയുണ്ട്. ഇത് മോഷ്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന എന്റെ ബുദ്ധിക്ക് 50 ലക്ഷം. മൊത്തം 1 കോടി രൂപ നിങ്ങൾ തന്നാ എന്റെ ലൈഫ് സെറ്റിലാകും. എവിടെ? ജയിലിലോ? ആ, ഏത് ജയില്? മോഷണം ചെയ്ത ആള് ജയിലിലല്ലാതെ കല്യാണ പന്തലിൽ കൊണ്ടിരുത്തോ? എന്തൊക്കെയാ പറയുന്നേ? രാത്രി നിങ്ങളല്ലേ ഈ നെക്ലസ് മോഷ്ടിക്കാൻ എന്നെ എൻകറേജ് ചെയ്തത്? ആ വസുവിനെ കളിയാക്കാൻ വേണ്ടിയാ പറഞ്ഞേ, നിങ്ങളെ കളിയാക്കാൻ വേണ്ടിയല്ല. ഓഹോ, ഈ നെക്ലസ് കൊണ്ടുപോയി വസുവിന്റെ റൂമിൽ വെക്ക്. എന്തിന്? അവള് പിന്നെ എന്നെ കള്ളിയാക്കാനോ? മോഷ്ടിക്കുന്നത് വരെ ഉള്ളൂ എന്റെ ജോലി. വസുവിന്റെ മുറി കൊണ്ടുവെക്കുന്നത് നിന്റെ ജോലി. ഈ നെക്ലസ് എടുത്തിട്ട് 10 ലക്ഷം രൂപ ഇങ്ങതാ. അപ്പോ ഈ നെക്ലസ് ഞാൻ വസുവിന്റെ റൂമിൽ കൊണ്ടുവെക്കണോ? നീ ആ റൂമിൽ വെക്കോ, എടുത്ത് വസുവിന്റെ കഴുത്തിൽ അണിയിക്കോ, അതൊക്കെ നിന്റെ ഇഷ്ടം. ഇനി ഈ നെക്ലസിനും എനിക്കും ഒരു ബന്ധവും ഇല്ല. എനിക്ക് തരാനുള്ള 10 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ
നിന്നെ അഖിലിനെയും ജയിലിലേക്ക് പറഞ്ഞയക്കും ഞാൻ. എന്താ ഇവരിങ്ങനെ റിവേഴ്സ് അടിക്കുന്നത്? ഇപ്പൊ ഈ നെക്ലസ് ഞാൻ വസുവിന്റെ റൂമിൽ എങ്ങനെ വെക്കും? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഏട്ടനെ ഇങ്ങനെ കണ്ടിട്ട് എത്ര നാളായെന്നറിയോ? ഈ സാരിയില് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ എന്ന് സാരിയല്ലേ ഉടുക്കുന്നേ. ഏട്ടനാ ഇന്ന് സ്പെഷ്യലായിട്ട് വേറൊരു വേഷത്തില്. മനസ്സിലായി. ഞാൻ തന്നെ ഇനിയും പുകഴ്ത്താൻ വേണ്ടിയല്ലേ ഇങ്ങനെ പറയുന്നേ? എനിക്ക് ഏട്ടന്റെ പുകഴ്ത്തല് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലേഡീസിന് പൊതുവെ പുകഴ്ത്തലാണ് ഇഷ്ടം. അതാര് പറഞ്ഞു? നിങ്ങൾ പെണ്ണുങ്ങൾ തന്നെയാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആണുങ്ങൾക്ക് എന്തായിരിക്കും വേണ്ടി വരിക? നിങ്ങളെ ആവശ്യം. ഏട്ടൻ ചിരിക്കുമ്പോ എന്ത് ഭംഗിയാന്നറിയോ? ഏട്ടൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം. അത് തന്റെ കയ്യിലായിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും പ്രതികരിക്കാതെ അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്നല്ലേ പറയുന്നേ? പ്ലീസ് 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 ആന്റി, ഈ ഒരു ഹെൽപ്പ് മാത്രം ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. 1 ലക്ഷം കൂടി കൂട്ടി തരേണ്ടി വരും എനിക്ക്. പറ്റില്ലെങ്കിൽ പറ, ഞാൻ എന്റെ പാട്ടിന് പോവാ. പന്തിപ്പോ നിങ്ങളുടെ കോർട്ടിലാ. തരാം, ചെല്ല്. പ്രോമിസ്? പ്രോമിസ്. മൊത്തം 11 ലക്ഷം. ഓർമ്മയിരിക്കട്ടെ. ഏട്ടൻ പറയുന്നത് പോലെ ചെയ്യാം. ബസു അബി, നിങ്ങൾ എന്താ മുറി തന്നെ ഇരിക്കുന്നേ? താഴെ വിരുന്നാരൊക്കെ വന്നിട്ടുണ്ട്. കാവ്യ റെഡിയാക്കാനുള്ളതല്ലേ? നിങ്ങൾ വേഗം താഴോട്ട് വന്നേ. നിങ്ങൾക്ക് പിന്നീട് സംസാരിക്കാലോ, ഇപ്പൊ സമയല്ല. വന്നേ വന്നേ. നമുക്ക് പോവാ ഇളയമ്മേ. എടി വസു, ഇന്നത്തോടെ നിന്റെ കഥ അവസാനിക്കും. ഇനി ഒരിക്കലും ഈ വീടിന്റെ പടി ചവിട്ടാത്ത രീതിയിൽ ഞാൻ ചെയ്യും. ഉണ്ണി, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അമ്മയുടെ അച്ഛന്റെ റൂമില് ചെറിയമ്മ എന്തായി ചെയ്യുന്നേ? നിന്റെ അച്ഛനെയും അമ്മയും വിളിക്കാൻ വേണ്ടി വന്നതാ. അവര് ഈ റൂമിലില്ല. ഞാൻ താഴെ പോയി നോക്കട്ടെ. ആ, നീയും കൂടി എന്റെ കൂടെ വാ. ഈ മുറിയിലേക്ക് ചെറിയമ്മ എന്തിനാ വന്നത്? എന്തിനു വന്നതായിരിക്കും? സംതിങ് ഈസ് റോങ്. എന്തു പറ്റി? രാവിലെ മുതൽക്ക് കുട്ടിക്കുരങ്ങ് ചുറ്റുന്ന പോലെ ഇങ്ങനെ ചുറ്റുന്നേ?
എന്റെ ഇളയമ്മ ആ നെക്ലസ് അടിച്ചു മാറ്റിയോ? അടിച്ചു മാറ്റി അഖിൽ. അത് വസു എടുത്തിട്ട് ബാഗിൽ വെച്ചില്ലേ? ആ, അതും ചെയ്തു. പിന്നെ എന്താടി പറ്റിയത്? എന്തിനെങ്ങനെ ടെൻഷൻ ആവുന്നേ? അത് ഞാൻ വസുവേട്ടത്തിയുടെ മുറിയിൽ കയറിയത് നമ്മുടെ ഉണ്ണി കണ്ടു. വാട്ട്? നീ ആ റൂമിൽ കയറുന്നതാണോ കണ്ടത്, അതോ നെക്ലസ് ബാഗിൽ വെക്കുന്നതാണോ കണ്ടത്? അതെനിക്കറിയില്ല. അയ്യോ, വേഗം ആ നെക്ലസ് പോയി അവിടെ നിന്ന് എടുത്തോണ്ട് വാടി. എന്തിന്? എന്ത് ചോദ്യം ഇത്? ആ ഉണ്ണി പോയി എല്ലാവരോടും പറഞ്ഞു കൊടുക്കില്ലേ? വീണ്ടും നമ്മുടെ പ്ലാൻ റിവേഴ്സ് ആവോടി. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ആ നെക്ലസ് അവിടെ തന്നെ ഇരിക്കട്ടെ. നിനക്കെന്താടി ഭ്രാന്ത് പിടിച്ചോ? നിന്നെ കണ്ടുന്ന ഉണ്ണി എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ വസു എടുത്തി ആ നെക്ലസ് മോഷ്ടിച്ചെന്നുള്ള കാര്യം എങ്ങനെ പ്രൂവ് ചെയ്യുമെന്ന്? ആ, സിമ്പിൾ. ഉണ്ണി പറയുന്നത് കള്ളമാണ്, സത്യമല്ലെന്ന് പറയും. അവന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി എന്നെ കരുവാക്കുകയാണെന്ന് പറയും. കാർത്തിക, നീ പറയുന്ന അവര് വിശ്വസിക്കോ? വിശ്വസിക്കുന്നത് പോലെ പറയും. ഉണ്ണിക്ക് അവന്റെ അമ്മയോട് ഭയങ്കര സ്നേഹമല്ലേ, അതുകൊണ്ട് അവൻ കള്ളമാണ് പറയുന്നതെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കും. എനിക്കെന്തോ ഇത് വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല കാർത്തിക. പ്ലാൻ അങ്ങനെ റിവേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മാനം കപ്പൽ കയറും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇന്ന് അഭിയുടെയും വസുവിന്റെയും മാനമാണ് പോകുന്നത്. ഏത് വീട്ടുകാരാണ് അവരെ പറ്റി ഒരുപാട് പുകഴ്ത്തി പറഞ്ഞത്, ഏത് വീട്ടുകാരാണോ ദൈവത്തെ പോലെ കണ്ടത്, അതേ വീട്ടുകാര് അഭിയെയും വസുവിനെയും വെറുക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യും. അവളെ എല്ലാവരുടെയും മുമ്പിൽ കള്ളിയാക്കി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യും. ലൈഫില് പിന്നീട് ഒരിക്കലും ഈ വീടിന്റെ പാടി ചവിട്ടാൻ പോലും ധൈര്യം കാണിക്കില്ല. ഇത് വലിയൊരു പ്ലാൻ ആണ് കാർത്തിക. ഇതങ്ങനെ ഈസി ആയിട്ട് വർക്കൗട്ട് ആവുമെന്ന് എനിക്കെന്തോ തോന്നുന്നില്ല. ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എത്ര തവണ നമ്മളിങ്ങനെ തോറ്റുകൊണ്ടിരിക്കും അഖിൽ? ഒരു പ്രാവശ്യമെങ്കിലും ജയിക്കാൻ പറ്റില്ലേ? ഈ പ്ലാൻ വർക്കൗട്ട് ആവുകയാണെങ്കിൽ പെർമനന്റ് ആയി അഭിയെയും വസുവിനെയും നമുക്ക് അകറ്റി നിർത്താമല്ലോ. ഫാക്ടറിയിൽ നിന്ന് പോലും അവരെ പുറത്താക്കാലോ. അങ്ങനെ ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മള് എന്തോ എവിടെ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാർത്തിക എനിക്ക് പേടി തോന്നേ. ഈ പ്രാവശ്യം എല്ലാം കറക്റ്റായിട്ട് നടക്കും. പണം കൊടുക്കാന്ന് പറഞ്ഞ് ആന്റിയുടെ വായ ഞാൻ അടപ്പിച്ചു. ഉണ്ണിയെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്തോളാം. നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. അതൊക്കെ പോട്ടെ, ആ നെക്ലസ് മോഷ്ടിച്ച കാര്യം എങ്ങനെ പുറത്തുകൊണ്ടുവരും? പുറത്തു കൊണ്ടുവരാൻ പോകുന്നത് ഞാനല്ല, കല്യാണ പെണ്ണ് കാവ്യ. ഇപ്പോഴും ഒരുക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇന്ന് കല്യാണമൊന്നുമല്ല, നിശ്ചയം മാത്ര. നിശ്ചയത്തിന് ഇത്രയും ഒരുക്കങ്ങളൊക്കെ ആയാ പിന്നെ കല്യാണത്തിന് എന്തായിരിക്കും? ഇത് കഴിയാറായമ്മേ. ചെക്കന്റെ വീട്ടിന് ആൾക്കാർ വന്നെന്ന് നോക്കിക്കോ. ഇതെന്താ ഇത്? ചെറുക്കന്റെ വീട്ടിൽ നിന്ന് നെക്ലേസ് ഇതുവരെ ഇവളുടെ കഴുത്തിലിട്ടില്ലേ? ആ കാര്യം മറന്നുപോയി. കാവ്യ, ആ നെക്ലസ് എവിടെ? ബ്യൂറോയിൽ തന്നെ ഇരിപ്പുണ്ടമ്മേ. അമ്മ മറന്നുപോയാലും നീയല്ലേ അതൊക്കെ ഓർമ്മിപ്പിക്കേണ്ടത് കാവ്യ. ബ്യൂറോയില് ഭദ്രമായിട്ട് വെച്ച് പൂജിക്കാൻ വേണ്ടിട്ടാണോ നിന്റെ അമ്മായി അച്ഛനും ആഭരണം കൊണ്ടു തന്നത്? വേഗം ആ നെക്ലേസ് ഇട്ട് കൊടുക്ക്. കാവ്യ, നെക്ലസ് ഇതിൽ കാണുന്നില്ലല്ലോ. ഇന്നലെ രാത്രി ഞാൻ അതിലാ വെച്ചിരുന്ന അമ്മേ. ഇതിൽ തന്നെയാണോ വെച്ചത്, അതോ വേറെ എവിടെയെങ്കിലും ആണോ? എവിടെ നോക്കിട്ട് കാണുന്നില്ല. എന്താ ഇല്ലെന്നൊക്കെ പറയുന്നേ? ഇത്രയും വിലപിടിപ്പുള്ള നെക്ലേസ് എവിടെയാ വെച്ചത്?
ബോക്സിലാക്കി ഞാൻ ഇന്നലെ രാത്രി തന്നെ ബ്യൂറോയിൽ വെച്ചതാ മുത്തശ്ശി. ബ്യൂറോയിൽ വെച്ച ആഭരണം പിന്നെ എവിടെ പോവാനാ? നീ എന്താ അത് പൂട്ടിയില്ലായിരുന്നോ കാവ്യ? ഇല്ല ചെറിയമ്മേ, എന്റെ റൂമിൽ വേറെ ആര് വരാനാ? അതുകൊണ്ട് ഞാൻ ഇന്നലെ പൂട്ടിയില്ലായിരുന്നു. രാവിലെ നിന്റെ റൂമിലേക്ക് ആരെങ്കിലും വന്നായിരുന്നോ? ഇവിടെ ആരും വന്നില്ല മുത്തശ്ശി, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് നെക്ലസ് കാണാതായ സംഭവം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ നടക്കണം.